ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ദുരന്തത്തിന്റെ മുൻപിലാണ് നമ്മൾ പകച്ചു നിൽക്കുന്നത്. ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിന് വിഘാതമായിട്ട് ചില തടസ്സങ്ങൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വടംവലിയും പരസ്പരം പഴിചാരലുകളുമാണ്. ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മുൻകൂട്ടി തന്നെ കേരളത്തെ അറിയിച്ചിരുന്നുവെന്നാണ് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ ഇത് നുണയാണെന്നും വയനാട്ടിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് എന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സംഭവത്തിന്റെ നിജസ്ഥിതി എന്തു തന്നെയായാലും ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ജനതയോട് മുമ്പിൽ ഭരണാധികാരികൾ വെച്ചു പുലർത്തേണ്ട ചില പക്വമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന വിധത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം പഴിചാരുകയാണ്. ഇതിന് തുടക്കമിട്ടതാവട്ടെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര വീണ്ടുവിചാരമില്ലാതെ അവസരവാദപരമായിട്ടുള്ള സമീപനവുമാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് വെറും 500 കോടി രൂപ മാത്രം കേരളത്തിന് അനുവദിച്ചുകൊണ്ട് കേരളത്തെ അവമതിക്കുവാനുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രളയകാലത്ത് അവിടെ സേവനമനുഷ്ഠിച്ച സേനയ്ക്ക് എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള പണം കേരളം അങ്ങോട്ട് തിരിച്ചടയ്ക്കണം എന്നൊരു ഉത്തരവ് വന്നത് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിനു പുറമെ കേരളത്തിന് പുറം രാജ്യങ്ങളിൽ നിന്ന്, അതായത് അറേബ്യൻ കൺട്രീസിൽ നിന്ന് ലഭിക്കുമായിരുന്ന സഹായങ്ങളെയെല്ലാം കേന്ദ്രം പുറംകാലു വെച്ച് തട്ടിത്തെറിപ്പിച്ചതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ പ്രളയകാലത്തും പല രാജ്യങ്ങളും കേരളത്തിന്റെ അവസ്ഥയെ, വയനാടിന്റെ അവസ്ഥയെ നെഞ്ചേറ്റിക്കൊണ്ട് എല്ലാവരുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും സഹായം എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കുമായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോഴും കേന്ദ്രത്തിന്റെ മുഖം കടുപ്പിച്ചു തന്നെയാണ്. സ്വന്തം കസേര രക്ഷിക്കുവാൻ വേണ്ടി മോദിയും അമിത്ഷായും ചേർന്ന് ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും പ്രീണിപ്പിക്കുന്ന നയത്തിന്റെ 10-1 മതി കേരളത്തെ മികച്ചൊരു രീതിയിലേക്ക് ഒരു ദുരന്ത നിവാരണത്തിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ. പക്ഷേ അതിന് മുതരാതെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ പഴിചാരുവാനുള്ള കേന്ദ്രത്തിന്റെ നടപടികളെ എന്തു വില കൊടുത്തും എതിർക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദുരന്തമുഖത്ത് ദുരിതം നേരിടുന്ന ദുരന്ത ബാധിതർക്ക് അവർക്ക് സഹായം എത്തിക്കുവാൻ വേണ്ടി പല സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പല വ്യവസായ പ്രമുഖരും ഇതിനോടകം സഹായം നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈ സഹായങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. കൃത്യമായ ഓഡിറ്റ് നടത്തപ്പെടുന്ന, കൃത്യമായ ഉത്തരവാദിത്തമുള്ള, തുറന്ന പുസ്തകമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പലതരത്തിലും ഈ അവസരത്തെ മുതലെടുക്കാൻ ചില നിർദ്ദിഷ്ട താല്പര്യക്കാർ ഇറങ്ങിത്തിരിക്കുക ഒരു പതിവാണ്. എന്നാൽ അത്തരത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വേണ്ട വിധത്തിൽ സഹായ സഹകരണങ്ങൾ നൽകി പരിപോഷിപ്പിക്കുകയുമാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികളും ലോകത്തെമ്പാടുമുള്ള കേരള ജനതയോട് ഐക്യപ്പെട്ടിട്ടുള്ളവരും ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എനിക്ക് പിണറായി വിജയന്റെ ഈ അഭിപ്രായത്തോടുള്ളത് വളരെ വിയോജിപ്പ് മാത്രമാണ്. അത് മറ്റൊന്നുമല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ളതാണ്. എല്ലാ ദുരന്ത സമയത്തും ചിലർ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഒരു പുച്ഛത്തിന്റെ സ്വരമുണ്ട്. അത്തരത്തിൽ പുച്ഛിച്ച് മാറ്റി നിർത്തേണ്ടപ്പെടേണ്ട ഒന്നല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഫലവത്താം വിധം നടപ്പാക്കിയില്ല എങ്കിൽ വലിയൊരു ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ടത് എന്ന മുറവിളികളുമായി പല ക്രൈസ്തവ സംഘടനകൾക്കും ഒപ്പം അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം നിലനിർപ്പിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള ഒരു പരിസ്ഥിതിയുടെ നേർക്കാഴ്ചയാണ്. പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കേണ്ട ഒരു പുരോഗമന പ്രസ്ഥാനം കേവലമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു നമ്മുടെ വിദൂര ഭാവിയെ തന്നെ അസ്തമിപ്പിച്ച് കളയാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു കാര്യത്തെ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഓരോ സമയത്തും, ഓരോ മണ്ണിടിച്ചിലും, ഓരോ പ്രളയ സമാനമായ സാഹചര്യങ്ങളിലും നമ്മൾ ഗാഡ്ഗിലിനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നത് തന്നെയാണ് ആ റിപ്പോർട്ടിന്റെ പ്രസക്തിയെ വിളിച്ചോതുന്നത്. PT തോമസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നഖശികാന്തം ഗവൺമെന്റിന്റെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള സമീപനങ്ങളെ ശക്തമായി എതിർക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ PT തോമസിന് നേരിടേണ്ടി വരുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷെ അപ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ടത് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ PT തോമസിന്റെ ഈ ഒരു നയമായിരുന്നില്ല കോൺഗ്രസ്
വൃത്തത്തിനാകെ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ക്രൈസ്തവ സഭയെയും മലയോര പ്രദേശങ്ങളെയും പ്രീണിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുക എന്നത് നമ്മുടെ സർക്കാരിന്റെ രാഷ്ട്രീയ ലാഭം ഇച്ഛിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളെയോ പ്രീണനങ്ങളെയോ ഒന്നും അടിസ്ഥാനമാക്കിയുള്ളതാവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഭാവിയോട്, കേരളത്തിന്റെ ഭാവിയോട് ചെയ്യുന്ന വലിയൊരു പാതകമായി തീരും. മനുഷ്യന്റെ സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ജീവൻ തന്നെയാണ്. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. എന്നാൽ അതിന് ഉരുൾപൊട്ടൽ പോലെ, പ്രളയം പോലെ കഠിനമായിട്ടുള്ള ഒരു പ്രകൃതി പ്രതിഭാസത്തിന് കാത്തു നിൽക്കുകയല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതിനെ പ്രിവന്റ് ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇനി എന്നാണ് ഉണർന്ന് പ്രവർത്തിക്കുക? കേന്ദ്രം സംസ്ഥാനത്തെ പഴിചാരുന്നു, സംസ്ഥാനം കേന്ദ്രത്തെ പഴിചാരുന്നു. പക്ഷേ ഈ ഒരു പഴിചാരലുകൾക്കിടയിൽ, ഈ രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ നിലച്ചു പോവേണ്ടതാണോ നമ്മുടെ ഭാവി? ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഒന്ന് നിലവിളിക്കുവാൻ പോലും ആകാതെ മണ്ണിൽ പുതഞ്ഞു പോകുന്നത്, നദിയിൽ ഒഴുകി പോകുന്നത്. അവർക്ക് എന്ത് രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത്? അവർക്ക് എന്ത് മതമാണ് ഉണ്ടായിരുന്നത്? മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമാണ് ആ ജീവനുകൾ. അതിന് വില കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഓരോ ദുരന്ത സമയത്തും നിർദ്ദിഷ്ട താല്പര്യക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി പല പ്രൊപ്പഗാണ്ടകളുമായി പുറത്തിറങ്ങും. അവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് വിവേചന ബുദ്ധിയുള്ള ഓരോ കേരളീയനുമാണ്. അവരുടെ കെണികളിൽ വീഴാതിരിക്കുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ശക്തമായി പിന്താങ്ങുക, രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയിട്ട് ഓരോ പ്രൊപ്പഗാണ്ടകൾ പടച്ചുവിടുന്ന കേന്ദ്രത്തിന്റെ നടപടിയെയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയപരമായി കേരളത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ദുരന്തത്തിന്റെ പഴി ഒരു വിഭാഗത്തിന്റെ തലയ്ക്കുമേൽ മാത്രം, ഒരു പെടലിക്ക് മാത്രം ചാരി വെക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് സഹായധനം ഇത് കേന്ദ്ര സർക്കാർ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രം മതിയാവില്ല. ഒരു പ്രത്യേകതരമായുള്ള പാക്കേജ് തന്നെ കേരളത്തിന്റെ നിലവിലുള്ള ദുരിതാവസ്ഥയെ മറികടക്കുവാൻ ആവശ്യമാണ്. എന്നാൽ ഇതുവരെയും അത് പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമായിട്ടില്ല. ബജറ്റിൽ കേരളം എന്നൊരു പേര് പോലും ഉച്ചരിക്കാത്തവരാണ് ഇന്ന് ഈ ദുരിത സമയത്ത് കേരളത്തെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ കേരള സർക്കാരിന് മേൽ പഴി മാത്രം ചാരി വെക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു കാണേണ്ടതാണ് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ, അതായത് രാഷ്ട്രീയ മത വിഭാഗങ്ങളുടെ എല്ലാം യുവജന പ്രസ്ഥാനങ്ങൾ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നിട്ട് വന്നിരിക്കുന്ന കാര്യം. അത് ABVP ആവട്ടെ, SFI ആവട്ടെ, DYFI ആവട്ടെ, MSF ആവട്ടെ, അല്ലെങ്കിൽ KSU ആവട്ടെ, യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ഇതിൽ ശക്തമായി ഇടപെടുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ദുരിതബാധിത പ്രദേശത്തേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ സാധനത്തിലും അവരോടുള്ള നിങ്ങളുടെ ഐക്യപ്പെടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇട്ടുപഴകിയ വസ്ത്രമല്ല അവർക്ക് നൽകേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സാധനങ്ങൾ തള്ളുവാനുള്ള ഇടമല്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ. അവർക്ക് നല്ല വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്, കുടിക്കാൻ ദാഹജലം ആവശ്യമുണ്ട്, ഭക്ഷണം ആവശ്യമുണ്ട്, സാനിറ്ററി നാപ്കിനുകൾ ആവശ്യമുണ്ട്. അവരുടെ ഇത്തരം ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിൽ നമുക്ക് മുഴുകാം. രാഷ്ട്രീയപരമായിട്ടുള്ള വെല്ലുവിളികളെ ചെറുക്കാം.